ഈ കഥയുടെ പേര് മൈക്കിൾ ജാക്സൻ്റെ മനഃശാസ്ത്രം. മൈക്കിൾ ജാക്സൻ്റെ മനഃശാസ്ത്രം മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ അയാൾ ജനിച്ചു വളർന്ന ചുറ്റുപാടിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അയാൾ ഒരു കാപ്പിരി സമൂഹത്തിൽ ജനിച്ചു വളർന്ന ആൾ, ആ നാടിൻ്റെ സംസ്കാരം, അവൻ്റെ രക്ഷകർത്താക്കളുടെ സംസ്കാരം, സഹോദരങ്ങളുടെ സംസ്കാരം, അപ്പോൾ അതിൽ നിന്നും ഇയാളുടെ ഭാഗ്യം കൊണ്ട് ഇയാളൊരു നല്ല ഒന്നാം തരം ഗാന ഗന്ധർവനായതുകൊണ്ട് ഇതൊന്നും അയാൾക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതെല്ലാം അയാളുടെ കൂടെ തന്നെ അയാളുടെ ജന്മസിദ്ധമായ ഗുണങ്ങളാണതല്ല. അതൊന്നും മാറില്ല, ഒരിക്കലും മാറില്ല, മാറാൻ പറ്റിയില്ല. പക്ഷേ ഇയാൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇയാൾ സവർണ വിഭാഗങ്ങളുമായി കൂടിച്ചേർന്നുകൊണ്ട് അവരുടെ സംസ്കാരം ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു, അവരുടെ ഭാഷ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു, അവരുടെ ജീവിതചര്യകൾ സ്വീകരിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അയാൾ നിറം, പ്ലാസ്റ്റിക് സർജറി നടത്തി അയാൾ നിറം, ശരീരത്തിന് നിറം മാറ്റുന്നു. അയാൾ ആഫ്രിക്കൻ മൂക്ക് മാറ്റി പ്ലാസ്റ്റിക് സർജറി ചെയ്ത് സായിപ്പിൻ മൂക്ക് പോലെയാക്കുന്നു. അയാൾ പിരിപിരുത്ത മുടി പ്ലാസ്റ്റിക് സർജറി ചെയ്ത് സായിപ്പിൻ്റെ മുടി പോലെയാക്കും. അങ്ങനെ അയാൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് മാറുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന രണ്ട് സംസ്കാരങ്ങൾ നടുക്ക് നിൽക്കുന്ന ഒരു ജാക്സനാണ്. പഴയ സംസ്കാരത്തിൻ്റെയും പുതിയ സംസ്കാരത്തിൻ്റെയും മിഡിലിൽ നിൽക്കുന്ന ഒരു മാർജിൻ മാൻ, അല്ലെങ്കിൽ മാർജിനൽ മാൻ എന്ന് വേണമെങ്കിൽ അയാൾ വിളിക്കാം. പക്ഷേ ആ മാർജിനൽ മാന് അയാൾ ജനിച്ചു വളർന്ന എന്തെല്ലാം തന്നെ ശാസ്ത്രീയ മാർഗത്തിലൂടെ മാറ്റം വരുത്തിയാലും അയാൾ ഉള്ളിലൊരു മാറ്റം വരുത്താൻ സാധ്യമല്ല. അത് ജന്മസിദ്ധമാണ്, അതിനൊരു ശാസ്ത്രത്തിനും സാധിക്കുകയില്ല. പിന്നെ ഇയാൾ ഒരു വെളുത്ത സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. ആ വെളുത്ത സ്ത്രീ അയാൾക്ക് അറിയാമായിരുന്നു, വെളുത്ത സ്ത്രീയിൽ ഒരു കറുത്ത ജാക്സൺ തന്നെ പടക്കമുള്ളത്. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ശാസ്ത്രചിന്ത അയാൾക്കുണ്ടായതുകൊണ്ട് അയാൾ എന്ത് ചെയ്ത് അപരൻ്റെ ബീജമാണ് സ്വന്തം ഭാര്യയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്നത്. അങ്ങനെ ഒരു വെളുത്ത കുട്ടിയെ അവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അതിൽ ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഇതെല്ലാം ആണെങ്കിലും അയാൾ ഉള്ളിൽ ഉണ്ടായിരുന്ന വെമ്പൽ അത് അയാൾ ഇറക്കിയിട്ടുള്ള പല ആൽബങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. ഒരു ആൽബം എന്ന് പറയുന്നത് മാൻ ഇൻ ദി മിറർ എന്ന് പറഞ്ഞൊരു ആൽബമുണ്ട്. ആ ആൽബം നമ്മൾ കേൾക്കുകയോ വായിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇയാളുടെ ഉള്ളിൽ കിടന്ന് അടിക്കുന്ന ആ വികാര വിചാരങ്ങളുടെ ശബ്ദം നമ്മൾക്ക് കേൾക്കാൻ പറ്റും. അത്രയേറെ മാനസിക സംഘർഷമുള്ളൊരു വ്യക്തിയായിരുന്നു ഈ ഗാനഗന്ധർവൻ. പക്ഷേ അവസാനത്തെ കാലത്ത് ഇയാൾ വെറുക്കപ്പെട്ടൊരു വ്യക്തിയെ മാറുകയും ചെയ്യുന്നുണ്ട്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഇയാൾ ബാല്യകാലത്ത് ഇയാൾക്കുണ്ടായിട്ടുള്ള സവർണ വിദ്വേഷങ്ങൾ, ഈ അവർണന്മാർ ഇയാളോട് കാണിച്ചിട്ടുള്ള വിദ്വേഷം, അയാൾ അത് വളർന്ന് ഇയാളുടെ മനസ്സിൽ ഈ വെളുത്തവരോടുള്ള ഒരു വർണ്ണവിദ്വേഷമായിട്ട് മാറുന്നതാണ് സാധിക്കും. പക്ഷെ അതും അയാൾക്ക് മാറ്റാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്രത്യേക ഒരു സംഘർഷഭരിതമായിട്ടുള്ള ഒരു മനസ്സായിരുന്നു ജാക്സൻ്റേത്. ആ മനസ്സുമായിട്ടാണ് അയാൾ അവസാനം ലോകത്തോട് വിട പറയുന്നത്. അപ്പോൾ അയാൾ ശരിക്കും പറഞ്ഞ ഗാനഗന്ധർവൻ ശരിക്കും അതിനകത്ത് ആ ഗാനത്തിൽ ഉപാസന നടത്തിക്കൊണ്ട് അയാൾക്ക് വേണമെങ്കിൽ ശ്രേയസ്സിലോട്ട് പോകാമായിരുന്നു. അയാൾക്ക് വേണമെങ്കിൽ മോക്ഷപ്രാപ്തിയിലേക്ക് പോകാമായിരുന്നു. പക്ഷേ അയാൾ ഈ പ്രേയസിന് വേണ്ടി, പ്രകീർത്തിക്ക് വേണ്ടി നടന്നതിനുകൊണ്ട് അത് അയാളുടെ അധപ്പതനത്തിന് കാരണമായി തീരുകയും ചെയ്തു.